ശരിക്കും മനസ്സിലാവില്ലല്ലേ? ശരിക്കും മനസ്സിലായില്ല. Hello everyone, welcome to our channel Jack John Bros. If you're watching this channel at first time, please subscribe. One of the busiest Ontario international crossing between Canada and United States. ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ, ഈ ഒരു ബ്രിഡ്ജ് അതൊരു അമേസിങ് ആർക്കിടെക്ചറാണ്. അതിൽ മുകളിലൂടെ ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ ഇങ്ങനെ വരിവരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പുറ സൈഡിൽ നോർമൽ വാഹനങ്ങളും കൂടി പോകുന്നുണ്ട്. നമ്മളിന്ന് വളരെ ബിസി ആയിട്ടുള്ളൊരു ബോർഡർ ക്രോസിംഗ് ബ്രിഡ്ജാണ് കാണാൻ പോകുന്നത്, ബ്ലൂ വാട്ടർ ബ്രിഡ്ജ്. അതിൽ ഇന്നത്തെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ഈ സാർണിയയിൽ വന്നിട്ടുള്ളത്. US ബോർഡർ ആയതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായി. നമുക്ക് ഒരു ഷിപ്പ് പോകുന്നത് കാണാനും കൂടി പറ്റിയിട്ടോ. അത്രയ്ക്കും വലിയ ഷിപ്പ് ഞാൻ അടുത്ത് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. സെയിൻറ്റ് ക്ലെയർ റിവറിന് കുറുകെ പോർട്ട് ഹ്യൂറോണിലെ ഏകദേശം 1883 മീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ട്വിൻ സ്പാൻ ഇൻ്റർനാഷണൽ ബ്രിഡ്ജാണ് ബ്ലൂ വാട്ടർ ബ്രിഡ്ജ്. കാനഡയിൽ നിന്നും US-ലേക്കും US-ൽ നിന്നും കാനഡയിലേക്കും ട്രക്കുകളൊക്കെ വരിയായിട്ട് നിൽക്കുന്നതാണ്. വളരെ കർശനമായിട്ടുള്ള ചെക്കിങ്ങുകളൊക്കെ കഴിയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും കിലോമീറ്ററുകളോളം ഇങ്ങനെ വരിയായിട്ട് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ അധികം ട്രക്കുകളൊന്നും കാണാനില്ല, മൂവിങ് ആണ്. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, മണിക്കൂറുകളോളമാണ് ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രക്കുകളൊക്കെ വരിയായിട്ട് കിടക്കാറുള്ളത്. സത്യം പറയാലോ, ഭയങ്കരമായൊരു കൺസ്ട്രക്ഷനാണ്. കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഇന്ന് നമ്മൾ സാർണിയിലേക്ക് നമ്മുടെ ബ്രദറിൻ്റെ അടുത്തേക്ക് വന്നതാണ്. കിങ്സ്റ്റണിൽ നിന്നും 5.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. വീട്ടിലെത്തിയപ്പോഴാണിത് ഇങ്ങനെയൊരു ബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. വെച്ച് പിടിച്ചു അങ്ങോട്ട് തന്നെ. ഈവനിങ് ടൈമാണ്, നല്ല ഡേ ലൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ ബ്രിഡ്ജെല്ലാം. ഇനി നൈറ്റിലും നല്ല ഭംഗിയാണ് ഈ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. ഈ ബ്രിഡ്ജിനടിയിൽ കൂടെ ഒരു ഷിപ്പ് ക്രോസ് ചെയ്യുന്ന പോകുന്ന സമയമാണ് ഇപ്പോൾ. നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ കാണാൻ പറ്റും, ചില ദിവസങ്ങളിൽ വരില്ല എന്നും പറയുന്നു. എന്നാലും നമുക്ക് നോക്കാം. ബോർഡറാണ് കേട്ടോ. ഈ ഒരു വലിയൊരു ബ്രിഡ്ജ് കണ്ടില്ല, ഇതാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. USA-യും കാനഡയും നമ്മൾ കണക്ട് ചെയ്യുന്നത്. കൂടുതൽ ട്രക്കുകളൊക്കെ നമ്മൾ വരുമ്പോൾ വഴി കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുവഴിയാണ് ട്രക്കെല്ലാം പാസ് ചെയ്യുന്നത്. ഇത്രയും അടുത്ത് USA ഉള്ള ഒരു വ്യൂ കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ബ്രദറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. സാർണിയ റോക്ക് ആർട്സ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ, പിക്ടോഗ്രാഫ്സ് എന്നൊക്കെ. കരിങ്കല്ലുകളിലും പാറക്കല്ലുകളിലൊക്കെ കൊത്തിയെടുത്തിട്ടുള്ള ചിത്രങ്ങൾ. നമ്മുടെ പൂർവികരൊക്കെ താമസിച്ചിരുന്ന ഗുഹകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു ഡ്രോയിങ്സ് ഒക്കെ കാണാൻ കഴിയും. ഇത് അതിൽ നിന്നൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. റോക്ക് പെയിൻറ്റിങ്സ്. കാനഡയിൽ വന്നപ്പോഴാണ് പല സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് ലേക്ക് സൈഡിലും പുഴയോരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞു. മുമ്പൊക്കെ ഇവിടെ സന്ദർശിച്ചിരുന്ന ആൾക്കാരുടെ ഒരു മെമ്മറി ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതാണ്. നമുക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള റോക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം കേട്ടോ.
കുറച്ചുണ്ട്. കാനഡയുടെയും US-ന്റെയും ഫ്ലാഗൊക്കെ കാറ്റിൽ പറന്ന് നടക്കാണ്. ഇവിടെ ഒരു ഫോട്ടോയ്ക്ക് ചാൻസ് ഉണ്ട്. കടല് പോലെയാണ് ഈ ലേക്കിലെ വെള്ളം കിടക്കുന്നത്. നല്ല ബ്ലൂ കളറാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത കേട്ടോ. അടുത്ത് കാണുന്ന US നമുക്ക് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണിത്. ഈ ഒരു ഏരിയ നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ആർക്ക് വേണമെങ്കിലും ഇത് വാങ്ങിക്കാം. എൻ്റെ പേരൊക്കെ ഇവിടെ ഉണ്ട്. എന്തൊരു സംഭവം അമേരിക്കൻ ഇന്റഗ്രിറ്റി. നമ്മുടെ ബാക്ക് കൂടെ പോണത് വലിയൊരു കണ്ടെയ്നർ ഷിപ്പാണ്. ആ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെയാണ് ഇത് പോകുന്നത്. കണ്ടില്ലേ എന്റെ ഒരു നീളം നോക്കിയേ, എന്തൊരു വലുപ്പല്ലേ. 1978 പണി കഴിപ്പിച്ച അമേരിക്കൻ ഇന്റഗ്രിറ്റി കണ്ടെയ്നർ ഷിപ്പാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴത്തെ പോലെ തന്നെയും റെക്കോർഡ് ബ്രേക്കിംഗ് ആണ് അമേരിക്കൻ ഇന്റഗ്രിറ്റി. ലാർജസ്റ്റ് ലോഡ് കയറ്റുന്നതിലാണത്. 75,000 ടണ്ണിലപ്പുറമാണ് അയൺ ഓർ കൊണ്ടുപോകുന്നത്. ഷീ ഈസ് വൺ ഓഫ് ദ 13,000 ഫോട്ടേഴ്സ് ഇൻ ദ ഗ്രേറ്റ് ലേക്സ് ലേക്കർ ഫ്ലീറ്റ്. വളരെ യാദൃശ്ചികമായിട്ടാണ് അത് കറക്റ്റ് സമയത്ത് എങ്ങനെയെന്നറിയില്ല ആ ഒരു ബ്ലൂ വാട്ടർ ലേക്ക് ബ്രിഡ്ജിന് അടിയിലൂടെ അമേരിക്കൻ ഇന്റഗ്രിറ്റി ഷിപ്പ് പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഗ്രാമം ഒഴുകി പോകുന്നത് പോലെയാണ് തോന്നിയത്. അത്രയ്ക്ക് നീളമായിരുന്നു. ഇവിടെ കളിക്കാൻ പറ്റും. അത്ര ആകുന്നില്ല.
ഇപ്പൊ ശരിക്കും നീല കളർ കാണാണ്ട് കേട്ടോ. അപ്പൊ എന്താ വാഴ. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടത് സാർണിയ ഹാർബറിലെത്തി. സെർണിയ ഹാർബറിൽ വന്നപ്പോൾ നമ്മുടെ 2 ഷിപ്പുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. മെജസ്റ്റിക് സ്റ്റാർ ഇവിടെ കിടപ്പുണ്ട്. അറ്റ് ലാസ്റ്റ് സാർണിയ ടൂർ എത്തി നിൽക്കുന്നത് ഹ്യൂറോൺ ലേക്കിലാണ്. ഇത് ലേക്കാണ്, പക്ഷേ കടൽ പോലെയാണ്. കണ്ടില്ലേ If you like this video, please like, share and subscribe. Try to enjoy every moment in life. Take the memories, leave the worries. See you in the next video. Until then, bye for now. Jack John Bros.